ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗർഭിണികളായിരിക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് പലരും പറയുന്നത് കേൾക്കാറുണ്ട്, പ്രസവശേഷം കുട്ടിക്ക് കൊടുക്കാനായിട്ട് പാല് ഉണ്ടാകുന്നില്ല, തികയുന്നില്ല എന്നൊക്കെ. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ഗർഭിണി ആയിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഗർഭിണികളായിരിക്കുമ്പോൾ എല്ലാവരും നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പറയുന്നത് ആദ്യം തന്നെ വരുന്നത് നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതായത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ ഇലക്കറികളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചെറുപയർ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് മുലപ്പാൽ ഉണ്ടാവാനായിട്ട് ഇത് സഹായകമാകുന്നുണ്ട്. അതുപോലെ ജീരകം, മുട്ട തുടങ്ങിയവയൊക്കെ നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദിവസവും എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഡെയിലി എണ്ണ തേച്ച് തലയിൽ മസാജ് ചെയ്യുന്നതൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉറക്കം ലഭിക്കുവാനും സഹായകമാകുന്നുണ്ട്. ഗർഭിണി ആയിരിക്കുമ്പോൾ ഉറക്കം ലഭിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുന്നതും നമ്മുടെ ഈ ഒരു പ്രഗ്നൻസിയിൽ വളരെ അത്യാവശ്യമാണ്. നമുക്ക് മാത്രമല്ല നമ്മുടെ കുഞ്ഞിനും കൂടെയാണ് അതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ദിവസവും എണ്ണ തേച്ച് കുളിക്കുക. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിപ്പിൾ മസാജാണ്. അതായത് നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മുടെ നിപ്പിളിൻ്റെ ഭാഗത്തൊക്കെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസവശേഷം പലരും പറയുന്നുണ്ട് നിപ്പിൾ പുറത്തേക്ക് വരുന്നില്ല, നമുക്ക് പാല് കൊടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ നിപ്പിളിൽ ക്രാക്കൊക്കെ വരുന്നു, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്തെ തന്നെ ഇതേപോലെ നിപ്പിൾ മസാജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാല് കൊടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ ഗർഭിണികളായിരിക്കുമ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പലരും മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാറുണ്ട്. അങ്ങനെ ശരിക്കും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. പ്രസവശേഷവും നന്നായിട്ട് വെള്ളം കുടിക്കുക. എന്നാൽ മാത്രമേ ബ്രസ്റ്റ് മിൽക്ക് നല്ല രീതിയിൽ ഉണ്ടാവാനായിട്ട് അത് സഹായിക്കുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ അയൺ സപ്ലിമെൻറ്റൊക്കെ നന്നായിട്ട് കഴിക്കുക. അയണിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പാലുൽപാദനം കുറയുന്നു. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അയൺ സപ്ലിമെൻറ്റ്, കാൽസ്യം സപ്ലിമെൻറ്റൊക്കെ കഴിക്കുക. അതടങ്ങിയിട്ടുള്ള അയണും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. മുട്ട, പാലൊക്കെ കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതും പാലുൽപാദനത്തെ ബാധിക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും സന്തോഷവതിയായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രസവശേഷം പാല് ചിലർക്ക് കുറവൊക്കെ ഉണ്ടാവാറുണ്ട്. അത് കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴാണ് നല്ല രീതിയിൽ പാല് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞിന് പാല് മടി കൂടാതെ കൊടുക്കുക. അപ്പോൾ ഞാനിത് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.